ലിറ്റ്മോസ്ഫിയറിലെ ഫസ്റ്റ് മൊഡ്യൂളിൽ വരുന്ന പോയാണ് ടു പോസ്റ്റെരിറ്റി. അത് എഴുതിയിട്ടുള്ളത് ലൂയിസ് മാഗ്നീസ് ആണ്. ആ പോയാണ് നമ്മളിന്ന് നോക്കുന്നത്. ലൂയിസ് മാഗ്നീസ് ഈ പോയം എഴുതിയിട്ടുള്ളത് 1957 ടു പോസ്റ്റെരിറ്റി എന്ന് പറയുന്നതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ജനറേഷൻ എന്നാണ്. അതായത് ഭാവി തലമുറ, അടുത്ത തലമുറ എന്നൊക്കെ വരുന്ന മീനിങ് ആണ് ടു പോസ്റ്റെരിറ്റിക്ക് ഉള്ളത്. ഈ പോയം അദ്ദേഹം സ്പീക്കർ അഡ്രസ്സ് ചെയ്തിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ജനറേഷനെ മാത്രമല്ല, നമ്മുടെ ഭാവി തലമുറയും കൂടി കണ്ടിട്ടാണ് ഈ കവിത എന്ത് ചെയ്തിട്ടുള്ളത്, അദ്ദേഹം എഴുതിയിട്ടുള്ളത്. ഈ സോഷ്യൽ മീഡിയയും ടെലിവിഷനൊക്കെ വന്നതോടുകൂടി എങ്ങനെയാണ് ഭാവി തലമുറ മാറ്റം വരുന്നത് എന്നൊക്കെയാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, ഇതിലൂടെ പറയുന്നത്. അപ്പോൾ ഇതൊരു ചെറിയ പോയാണ്, നമുക്ക് എന്ത് ചെയ്യാം, ലൈൻ ബൈ ആയിട്ട് നോക്കാം. When books have all seized up like the books in graveyards. അപ്പോൾ ഈ ലൈനിൽ പറയുന്നത് എന്താ വെച്ചാൽ, ഗ്രേവ്യാർഡ്സിലുള്ള പോലെ ആയിട്ടുണ്ട് എല്ലാ ബുക്സും എന്നാണ് പറയുന്നത്. ഗ്രേവ്യാർഡ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മരിച്ച ആളുകളെ മറവ് ചെയ്യുന്ന സ്ഥലം. അപ്പോൾ അവിടെ എങ്ങനെയായിരിക്കും, ഒരു നിശബ്ദതയും ഒക്കെ ആയിരിക്കും അല്ലേ. അപ്പോൾ അവിടുത്തെ ഗ്രേവ്യാർഡ്സിലുള്ള പോലെ ആയിട്ടുണ്ട്, പ്രവർത്തിക്കാത്തതായിട്ടുണ്ട് എല്ലാ ബുക്സും എന്നാണ് കവി പറയുന്നത്. And reading and even speaking have been replaced by other less difficult media. റീഡിങ്ങും സ്പീക്കിങ്ങും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, റീപ്ലേസ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. മീഡിയ ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ബുക്സ് ഒന്നും വായിക്കുന്നില്ല, നമുക്ക് എന്തില്ല മൊബൈൽ ഫോണിൽ ഒക്കെ എന്ത് ചെയ്യാണ്, അവൈലബിൾ ആണ് നമുക്ക് ഓരോ വർക്കും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ കൂടുതൽ ബുക്സ് എന്ത് ചെയ്യുന്നില്ല, വായിക്കുന്നില്ല. അതുപോലെ തന്നെ നമ്മൾ പരസ്പരം ഫേസ് ടു ഫേസ് എന്ത് ചെയ്യുന്നില്ല, സംസാരിക്കുന്നില്ല. അപ്പോൾ വാട്സപ്പ് ഉണ്ട്, നമുക്ക് ഓൺലൈൻ മീഡിയ ആയിട്ട് വാട്സപ്പ് ഉണ്ട്. വാട്സപ്പിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ചാറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. ചിലപ്പോൾ അപ്പുറത്തെ റൂമിലൊക്കെ ഉള്ള ആളുകളോട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ ഇരുന്നിട്ട് വാട്സപ്പിൽ ചാറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണ്, എല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്, മാറപ്പെട്ടിട്ടുണ്ട്. ആരും ബുക്കിനോട് എന്ത് ചെയ്യുന്നില്ല, ബുക്കിലേക്ക് ആരും ശ്രദ്ധ കൊടുക്കുന്നില്ല, വായനയിൽ ശ്രദ്ധ കൊടുക്കുന്നില്ല എന്നൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, പോയറ്റ് പറയുന്നത്. We wonder if you will find in flowers and fruit the same color and taste. തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ബുക്സിലൊക്കെ വായിക്കുമ്പോൾ ഈ ഫ്ലവേഴ്സിനും ഫ്രൂട്ടിനൊക്കെ എന്തായിരിക്കും, ഡിഫറെൻ്റ് ആയിട്ടുള്ള പല നിറത്തിലുള്ള കളറും സ്മെല്ലൊക്കെ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇമാജിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷേ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ എല്ലാ ഫ്ലവേഴ്സിനും എല്ലാ ഫ്രൂട്ടിനും എന്താണ്, സെയിം കളറും ടേസ്റ്റും ഒക്കെയാണെന്നാണ് പറയുന്നത്. They held for us for whom they were framed in words. കവിതയിലൂടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു, ഈ ഫ്രൂട്ട്സിൻ്റെയും ഫ്ലവേഴ്സിൻ്റെയൊക്കെ സ്മെല്ലും അതുപോലെ തന്നെ കളറും ടേസ്റ്റും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് വേർഡ്സിലൂടെ മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു. And will your grass be green, your sky blue, or will your birds be always wingless birds? അപ്പോൾ ഈ പുതിയ തലമുറക്ക് ഇതൊന്നും എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു ഭാവി തലമുറയിലാണ് അവർ നിൽക്കുന്നത്. അപ്പോൾ ഇവർക്കൊന്നും ഇത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്ത വേറൊരു ലോകത്താണ് പുതിയ തലമുറ നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു സംശയത്തിലും ഒരു ആശങ്കയിലൂടെയൊക്കെയാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, ഈ പോയം അവസാനിപ്പിക്കുന്നത്. ഇതാണ് ഈ കവിതയിൽ പറയുന്നത്. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കവിതയാണ് ഈ കവിത എന്ന് പറയുന്നത്. ഓക്കെ.